ഈ 2024 കണ്ട ഏറ്റവും മികച്ച ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള ഫിലിം, ഒരു രക്ഷയില്ലാത്ത സിനിമ. നല്ല കഥയും തിരക്കഥയും ഒന്നും പറയാമല്ലോ, ഒരു നെഗറ്റീവ് പറയാം. നമ്മൾ ഈ സീറ്റിൽ നമുക്ക് അങ്ങോട്ടും അനങ്ങാൻ പറ്റുന്നത് വല്ലാത്തൊരു ത്രില്ലറാണ്. അത്രയ്ക്ക് മികച്ച ഒരു സിനിമയാണ്. നസ്രിയയും ബേസിലും അവരെ പെർഫോമൻസ് പറയാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തിരക്കഥ തന്നെയാണ്. സൂപ്പർ, കുഴപ്പമില്ല, കൊള്ളാം, നല്ല സിനിമയായിരുന്നു. പിന്നെ ചെറിയൊരു ലാഗ് സ്ക്രിപ്റ്റിൻ്റെ ആണ്, പിന്നെ കുഴപ്പമില്ല. നസ്രിയയുടെ അമ്പം തിരിച്ചവരാണ്. നസ്രിയാണ് മെയിൻ. അടിപൊളിയാണ്, നല്ല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ ലാഗ് ഉണ്ടായിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല സിനിമയാണ്, മ്യൂസിക് എല്ലാം സെറ്റാണ്. നസ്രിയ സൂപ്പർ, ഒരു വെറൈറ്റി ക്രൈം ത്രില്ലറാണ്, രസമുണ്ട് കാണാൻ. നസ്രിയയ്ക്ക് ഒരു മാസ് റോളിൽ വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കാത്തൊരു രീതിക്കാണ് കഥ പോകുന്നത്. നല്ല പടം. ട്രെയിലറിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഐഡിയ കിട്ടും സിനിമ ഏത് ജോണറിലുള്ളതാണെന്ന്. പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത് ഇത് ഒരു കോമഡി ട്രാക്കിലേക്ക് കയറി പോകുക, കാരണം ട്രെയിലറിൽ ഇങ്ങനെ കാണിച്ചിട്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത് സംഭവം കോമഡി ട്രാക്കിലേക്ക് പോകുന്ന സിനിമയല്ല. നല്ല രീതിയിൽ അതിൻ്റെ തിരക്കഥ വർക്കൗട്ടായിട്ടുണ്ട്. സിനിമ തുടങ്ങിയ ഒരു 15-20 മിനിറ്റ് കുറച്ചൊരു അൾട്രാ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് സീനുകളിലൂടെ പിന്നീടാണ് ആക്ച്വൽ സിനിമയുടെ കഥയിലേക്ക് കിടക്കുന്നത്. പിന്നെ ഒരു നിമിഷം പോലും ലാഗ് അടിപ്പിക്കാതെ കൊണ്ടുപോകുന്നത്. സിനിമ തീരുമ്പോഴത്തേക്ക് നമുക്ക് സംശയം ഉണ്ടോ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമോ, അല്ലെങ്കിൽ കാരണം പക്ഷേ കുറേ ഇൻസിഡൻസ് അതുപോലെ നമ്മൾ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. അതുപോലെ ത്രില്ലർ മൂവിയാണ്, രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫിലിം, നല്ല പടം, നല്ല ത്രില്ലറായിരുന്നു, കൊള്ളാം. അവസാനം വരെ എന്താവും എന്ന് നോക്കിയിരിപ്പുണ്ടായിരുന്നു, കൊള്ളായിരുന്നു, നല്ല സിനിമ. നല്ല ആക്ടിങ് ആയിരുന്നു, കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം. നല്ല പടമായിരുന്നു, കൊള്ളാം. എടുത്ത് പടാനായിട്ട് നമുക്ക് തുടങ്ങിയപ്പോൾ ഒരു ചെറുതായിട്ട് എന്താണ് പടം എങ്ങനെയാണ് പോകണമെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. പക്ഷെ അത് ഒരു 15 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ നമുക്ക് എൻഗേജ് ആയിട്ടിരുന്ന് കാണാം. ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഒരു എൻഗേജ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്ന പടമായിരുന്നു, കൊള്ളാം. എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു, നമുക്ക് കണ്ടോണ്ടിരിക്കാം. ലാഗില്ല, ഇല്ല. ആദ്യം നമുക്കൊന്നും മനസ്സിലാവത്തില്ല എങ്ങനെയാണ് ഏത് രീതിക്കാണ് പടം പോകുന്നതെന്ന് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് ഇപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ബട്ട് കൊള്ളാം.